നമസ്കാരം. 16ാം കേരള നിയമസഭയിലെ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത 5 വർഷത്തേക്ക് കേരളത്തിന്റെ ഭാവിയും തങ്ങളുടെ മണ്ഡലത്തിന്റെ വികസനവും ഈ ജനപ്രതിനിധികളുടെ കൈകളിലാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ MLAയ്ക്കും വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളും വികസന സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കേണ്ട 5 വർഷങ്ങളാണ് ഇനി മുന്നിലുള്ളത്. ഈ ഒരു പുതിയ തുടക്കത്തിൽ MLAമാരുടെ വ്യക്തിപരമായ ജീവിതത്തെ സംബന്ധിച്ചും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. മണ്ഡലത്തിലെ ജനങ്ങളുടെ ശബ്ദമായി മാറുന്നതിന് ഇവർക്ക് സർക്കാരിൽ നിന്നും കൃത്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കാറുണ്ട്. സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങളുടെ ആസ്തി വിവരങ്ങൾ വെളിപ്പെടുത്താറുണ്ടെങ്കിലും വിജയിച്ചു വരുന്ന ഒരു MLAയ്ക്ക് പ്രതിമാസം എത്ര രൂപ വരുമാനം കിട്ടുമെന്ന കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് ഇന്നും വലിയ ധാരണയൊന്നുമില്ല. കേരളത്തിലെ ഒരു സാധാരണ MLAയ്ക്ക് ലഭിക്കുന്ന ഔദ്യോഗിക വരുമാന കണക്കുകൾ ഇങ്ങനെയാണ്. കേരളത്തിൽ ഒരു MLAയ്ക്ക് പ്രതിമാസം ആകെ ശമ്പളവും അലവൻസുകളുമായി ലഭിക്കുന്നത് 70,000 രൂപയാണ്. എന്നാൽ ഇതിന്റെ ഏറ്റവും രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ ഇവരുടെ യഥാർത്ഥ അടിസ്ഥാന ശമ്പളം വെറും 2,000 രൂപ മാത്രമാണ്. ബാക്കി തുക മുഴുവൻ ഓഫീസ് നടത്തിപ്പിനും യാത്രാ ചെലവുകൾക്കുമായുള്ള വിവിധ അലവൻസുകളാണ്. അത് ഈ രീതിയിലാണ് വിഭജിച്ചിരിക്കുന്നത്. അടിസ്ഥാന ശമ്പളം 2,000-ഉം, മണ്ഡലം അലവൻസ് 25,000-ഉം, യാത്രാ അലവൻസ് 20,000-ഉം, ടെലിഫോൺ അലവൻസ് 11,000-ഉം, ഇൻഫർമേഷൻ അലവൻസ് 4,000-ഉം, മറ്റ് അലവൻസുകൾ 8,000-ഉം. ഇവ കൂടാതെ നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിന് പ്രതിദിനം 1,000 രൂപ വീതവും സിറ്റിംഗ് അലവൻസും, പുസ്തകങ്ങൾ വാങ്ങാനായി പ്രതിവർഷം 15,000 പുസ്തക അലവൻസും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. പ്രതിമാസ ശമ്പളത്തിന് പുറമെ വലിയ യാത്രാ ചികിത്സാ ആനുകൂല്യങ്ങളും MLAമാർക്ക് സർക്കാർ വകയായി ഉണ്ട്. റെയിൽവേ യാത്രാ ചെലവിനായി പ്രതിവർഷം 4 ലക്ഷം രൂപയോളം ഇവർക്ക് ലഭിക്കും. സ്വന്തം വാഹനത്തിൽ കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ യാത്ര ചെയ്യുന്നതിന് പെട്രോൾ അലവൻസായി കിലോമീറ്ററിന് 10 രൂപ വെച്ച് അനുവദിക്കാറുണ്ട്. KSRTCയിൽ പൂർണ്ണമായും സൗജന്യ യാത്ര, 40 ലക്ഷത്തിന്റെ അപകട ഇൻഷുറൻസ് പരിരക്ഷ, പേഴ്സണൽ സ്റ്റാഫ് അലവൻസായി 20,000, പലിശരഹിത വാഹന ലോണുകൾ, മികച്ച സൗജന്യ ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയും ലഭിക്കുന്നുണ്ട്. ഇനി മുൻ MLAമാരുടെ പെൻഷൻ കാര്യത്തിലേക്ക് വന്നാൽ അവരുടെ സേവന കാലയളവിനെ അടിസ്ഥാനമാക്കിയാണ് തുക നിശ്ചയിക്കുന്നത്. ഇപ്പോൾ 2 വർഷത്തിൽ താഴെയാണെങ്കിൽ 6,000 മുതൽ 7,000 രൂപ വരെയും, 3 വർഷമാണെങ്കിൽ 8,000-ഉം, 4 വർഷം 9,000-ഉം, 5 വർഷം പൂർത്തിയാക്കിയവർക്ക് 10,000-ഉം. ഇനി 5 വർഷത്തിൽ കൂടുതൽ കാലാവധി പൂർത്തിയാക്കുന്ന ഓരോ അധിക വർഷത്തിനും പ്രതിമാസം 1,000 രൂപ വീതവും പെൻഷൻ തുക വർദ്ധിക്കുന്നതാണ്. കൂടാതെ മുൻ MLAമാർക്കും വർഷത്തിൽ നിശ്ചിത ഇന്ധന റെയിൽ കൂപ്പണുകളും വൈദ്യസഹായ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. കേരളത്തിലെ MLAമാരുടെ ശമ്പള വർധനവിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റി മുൻപ് സമർപ്പിച്ച ശുപാർശയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ജനപ്രതിനിധികളുടെ ശമ്പളം വളരെ കുറവാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ശമ്പള പരിഷ്കരണത്തിന് സർക്കാർ തീരുമാനിച്ചിരുന്നെങ്കിലും കോവിഡ് പശ്ചാത്തലവും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും സംസ്ഥാനത്തെ സാമ്പത്തിക മാന്ദ്യവും കണക്കിലെടുത്ത് പിന്നീട് ആ തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ MLAമാരുടെ ശമ്പളവുമായി താരതമ്യം ചെയ്താൽ വലിയ അസമത്വങ്ങൾ കാണാൻ കഴിയും. രാജ്യത്ത് ഏറ്റവും ഉയർന്ന ശമ്പളം നൽകുന്നത് തെലങ്കാനയിലാണ്. പ്രതിമാസം 2,50,000, തൊട്ടു പിന്നാലെ ഡൽഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 2,10,000 രൂപയും, ബീഹാറിൽ 1,65,000 രൂപയും, മഹാരാഷ്ട്രയിൽ 1,60,000 രൂപയും ലഭിക്കുന്നുണ്ട്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഭരണ പ്രതിപക്ഷ ഐക്യത്തോടെ MLAമാരുടെ ശമ്പളം 55,000-ൽ നിന്നും ഒറ്റയടിക്ക് 1,50,000 ആക്കി ഉയർത്തിയിരുന്നു. എന്നാൽ ഏറ്റവും കുറഞ്ഞ ശമ്പളം ത്രിപുര, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലാണ്. വെറും 20,000 മാത്രമാണ് ഇവിടുത്തെ MLAമാരുടെ പ്രതിമാസ വരുമാനം.